എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ വലിയൊരു യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വന്നു. അപ്പോൾ ഇന്ന് നമുക്ക് വണ്ടിയിലെ സാധനമൊക്കെ പെറുക്കണ്ടേ? നമുക്കുട്ടി ഇവിടെ റെഡി ആയിട്ട് നിൽക്കുക സാധനം പെറുക്കാൻ അല്ലേ? കാരവണ്ടിയിലെ സാധനമൊക്കെ വെക്കാൻ പോവാന്ന്. അപ്പാന്നാ ഞാനുണ്ട്. പിന്നെ ആരാ ഉള്ളേ? ആൻറ്റിയമ്മ. പിന്നെ അതാരാ? പൊന്നു ചേച്ച. ഇടയ്ക്ക് നമുക്ക് അമ്മയെ കൂടെ വിളിക്കാം ഇങ്ങോട്ട്. വാ. ആ ചേട്ടാച്ചൻ പോയോ ഇന്ന്? ചേട്ടാച്ചൻ്റെ കാലിനകത്തെ ബോള് കളിച്ച് മുറിഞ്ഞിരിക്കുക. അവിടെ ചേട്ടാച്ചൻ ഇന്ന് പോയില്ല. ആ ചേട്ടാച്ചൻ കുത്തിവെക്കാൻ കൊണ്ടുപോണ്ടേ നമുക്ക്? മരുന്നൊക്കെ വെക്കാൻ. ആ രാമക്കുട്ടി തന്നെ ഇന്ന് പോഞ്ഞേ? അതിനാ അംഗൻവാടി ഭയങ്കര തണുപ്പാന്നാ പറഞ്ഞത്, അതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ലാത്ത അല്ലേ? ഈ മഴക്കാലം കഴിഞ്ഞിട്ടേ ഉള്ളതാണ് എനിക്ക് തോന്നുന്നത്. രാമക്കുട്ടി നമ്മൾ ലഡാക്ക് പോയപ്പോഴായിരുന്നു ഭയങ്കര തണുപ്പ്. അത്രയും തണുപ്പില്ലല്ലോ ഇവിടെ. ഇവിടെയോ? ഇല്ല, ലഡാക്കിലല്ലേ ഭയങ്കര തണുപ്പ്? പിന്നെ പിന്നെ എവിടാ തണുപ്പ്? കൂളില്. അതുകൊണ്ട് പോയില്ല. എന്നാ എല്ലാവർക്കും ഒരു സാധനം പറ. ചേട്ടാച്ചന് കാല് പോയിരിക്കുക, വണ്ടി ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അവിടെ ചേട്ടാച്ചനോട് ചേട്ടാച്ചൻ പതുക്കെ വരുന്നുണ്ട്. ചേട്ടാച്ചനോട് വരാൻ പറ, വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ. കാലില് തൊലി പോയിരിക്കുക. അതിന് കൈ വെച്ചല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നേ? കൈവച്ചാ സ്റ്റാർട്ട് ചെയ്യുന്നത്? താക്കോലിട്ട് ബ്രേക്കൊക്കെ ചവിട്ടണ്ടേ കാലും കൊണ്ട്? മുറിയും. കണ്ടോ? ഞാൻ ഓടിച്ചോ? എപ്പോ? ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഞാൻ ഓടിച്ചോളാന്ന്. വലുതാവണ്ടേ? സ്കൂളിൽ പോണം വലുതാവണമെങ്കിൽ. ബോളൊക്കെ കളിച്ച് ചേട്ടാച്ചൻ്റെ കാലിനൊക്കെ മുറിഞ്ഞിരിക്കുക. നീ ബോൾ കളിക്കാൻ പോകണ്ടെന്ന് പറ. വാ. കേറാം. നമുക്ക് ചേട്ടാച്ചന് വയ്യാത്തതുകൊണ്ട് ഇന്നോച്ചയോട് സ്റ്റാർട്ട് ചെയ്യാൻ പറയാൻ വേണ്ടി. കാല് പോയി. ചേട്ടാച്ചന്റെ കാലും പോയി. ഇതേ പൊന്നിച്ചേച്ചയുടെ സൗണ്ടും പോയി. സൗണ്ടില്ല, ജലദോഷം പിടിച്ചു. ഇന്നലെ ഇവിടെ വരുന്നിടം വരെ കുഴപ്പമില്ലായിരുന്നു. അത് കുഞ്ഞിക്കിളിക്ക് ഇത്രയും ദിവസം യാത്ര ചെയ്തിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഇതേ പനിയൊക്കെ പിടിച്ചു. പനിയാണോ? ജലദോഷം പിടിച്ചാ? മഴയല്ലായിരുന്നോ? ഓ കേറാൻ ധൃതിയാ. എന്താ കാരവണ്ടിയാ? രാമക്കുട്ടിയോട് ഞങ്ങൾ പറഞ്ഞല്ലേ ഞങ്ങളുടെ കൂടെ നിന്നാ മതി, ഇവരുടെ കൂടെ ലോലോയെ പോകണ്ടെന്ന് പറഞ്ഞല്ലേ അന്ന്. നമുക്ക് പാർക്കിലൊക്കെ പോകത്തില്ലായിരുന്നു? നല്ല തകർപ്പൻ മഴ പെയ്യുന്നുണ്ട്. എന്നാ പിന്നെ ഇനിയിപ്പോ ഒന്നും നടക്കുകയല്ല. നമുക്ക് വണ്ടിക്കകത്ത് പെറുക്കി വെക്കാനല്ലോ. അയ്യോ, എല്ലാം പെട്ടെന്നായിരുന്നു. എല്ലാരും കേറി വരാൻ. മഴയാ? മഴ പോയി കേട്ടോ. അതെ, മഴ കുറഞ്ഞു. ഇതേ പോയി. അപ്പോഴേ മഴ പോയി കേട്ടോ, എല്ലാം പെട്ടെന്നായിരുന്നു. ഇനിയിപ്പോ നമ്മുടെ പണി ചെയ്യല്ലോ. ലോലോയുടെ ടയർ എന്തിയേ? ലോലോയുടെ ടയർ വേറെ വണ്ടി കിട്ടതാ, പുതിയ ടയർ എടുക്കുന്ന ഇതായിട്ടു. ആരാ എടുത്തോണ്ട് പോയത്? എല്ലാ ടയറും ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്നപ്പോ 2 ടയറിന്റെ കുറവുണ്ട്. ഒന്ന് ഇടയ്ക്ക് എടുത്തോണ്ട് പോയി, പിന്നെ വന്നപ്പോ കണ്ടില്ല. പിന്നെ ആരാ കൊണ്ടുപോയെ? അച്ഛായിരിക്കും. അച്ഛാണോ? മുത്തച്ഛാച്ച ഫിറ്റ് ചെയ്ത് വെച്ചാ അത്. ഞാവുനെ
എടുത്തു ഇതെന്താ ആന്റിമ മേടിച്ചത് ആ സോപ്പിടാൻ ഇവളെ കഴിഞ്ഞിട്ടേ ഉള്ളു വീട്ടിൽ ആരും. ടയറേ പുതിയ എടുക്കുന്ന ഇതിലിട്ടാ മതിയല്ലോ. നമുക്ക് പിന്നെ അങ്ങനെ വന്നാൽ മതി. അപ്പൊ ഒരു 10-20,000 കിലോമീറ്റർ ഓടിയായിരുന്നു ആ ടയർ. അപ്പൊ അത് വേറെ വണ്ടിക്ക് എടുത്തിട്ടു. ഞാൻ പുതിയ എടുക്കുന്ന ഇതിലേക്ക് ഇടും. എന്നാ പുറയിലത്തെയും കൂടെ മാറ്റി പുതിയ എടുത്തു തരാൻ പറ. പുറയിലത്തെ ഇടാനല്ല 6 ടയർ ഇടണം. അതാ പറഞ്ഞു. 6 ടയർ ഇപ്പൊ കിടക്കുന്ന പുതിയതുവാ. ഇനി ഒരു 6 വേണമല്ലോ. ഇപ്പോഴാ കിടക്കുന്ന 6 ടയർ പുത്തൻ. ഇനി ഒരു 6 കൂടെ എടുക്കും. ആ പുത്തൻ ടയർ കൂടെ ഇടും. അപ്പൊ പിന്നെ എപ്പോഴും പുത്തൻ ടയർ കിടക്കും വണ്ടിയില്. കൊച്ചു ചോദിച്ചേട്ടോ അവിടെ ഇരുന്ന് അയ്യപ്പ എന്ത് ചെയ്യുന്നു. കണ്ടോ കൊച്ചത് ശ്രദ്ധിച്ചു. അത് ഒടിഞ്ഞു പോയി രാമക്കുട്ടി. അത് ഒടിഞ്ഞു പോയി. നമുക്ക് പുതിയ മേടിച്ച് വെക്കണം. അയ്യപ്പയുടെ ആ സ്റ്റാച്ചു പൊട്ടിപ്പോയി. ശ്രദ്ധിച്ചോ അവള് വന്നപ്പോഴോ പൊട്ടിപ്പോയി. അന്നേരം ഞങ്ങൾ അത് ഒടിഞ്ഞു പൊട്ടിപ്പോയി. അതുകൊണ്ട് എടുത്ത് മാറ്റിയതാ. പുതിയ മേടിക്കാം. പുതിയത് മേടിക്കാമേ നമുക്ക്. ലൈറ്റ് ഇടാനോ? ലൈറ്റ് ഇടാനോ? നിലത്തിടാനോ? നിലത്തിടാൻ പാടില്ല. ഇല്ല. നമുക്ക് അടുത്ത പണി ചെയ്യാം. ജനറേറ്റർ ഓണാക്കണം. വണ്ടി സ്റ്റാർട്ട് ആകില്ല. ബാറ്ററി മാറണം അതിന്റെ. അതെ നമ്മുടെ കാരവണ്ടി പാർക്കിൽ പോകുന്നു. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി നമ്മളെ 2 വർഷം വെച്ചാൽ 2-3 വർഷം ആകാറായി വണ്ടി എടുത്തിട്ട്. അപ്പോൾ ബാറ്ററി ഇച്ചിരി മോശമാണ്. ബാറ്ററി മാറണം. അതുകൊണ്ടാണ് ബാറ്ററി ഡൗൺ ആയി പോകുന്നത്. ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്താൽ ഇത് ഇൻവെർട്ടർ ഉള്ളതുകൊണ്ട് ബാറ്ററി പെട്ടെന്ന് തന്നെ ചാർജ് ആവും. അങ്ങനത്തെ ഗുണമുണ്ട്. അതുകൊണ്ടാ വഴി അങ്ങോട്ട് പോയപ്പോഴൊക്കെ പിടിച്ച് നിന്ന. അതെ, കുറച്ച് സാധനമൊക്കെ ഞങ്ങൾ എടുത്തേ കൊട്ടയ്ക്കകത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ എടുക്കണം. അത് ഇച്ചിരി അച്ചാർ പറ്റിയത് അതില് കൂടുതലേ. ബാക്കിയൊക്കെ എടുക്കാം. തുണിയൊക്കെ കഴുകണ്ടേ? നല്ല മണം. കാരവണ്ടിയെ നല്ല മണം കേട്ടോ. നമ്മളെ കമ്പനി ഒന്നും വേണ്ടല്ലോ ഇനി. ഇതൊക്കെ ഇങ്ങോട്ട് നോക്കിയേ. ഇതൊക്കെ നമുക്ക് ലഡാക്കി ചുമ പോച്ചല്ലേ. ഇനിയിപ്പോ ഇതൊന്നും വേണ്ടല്ലോ. ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് ലഡാക്കിന് പോകുമ്പോ എടുക്കാം. അല്ലേ ചേച്ചി അംഗൻവാടി കൊടുത്തുവിടാം. തണുപ്പല്ലേ? അംഗൻവാടി കൊണ്ടുപോവാം. ആദ്യം കമ്പിളികളല്ല ഇറക്ക്. എന്റെ കപ്പ് അതൊരു കലണ്ടർ. ഹായ് ചാർദാം. അതെ അതെ രാമക്കുട്ടിക്ക് മേടിച്ചാ. എന്താന്ന് ചേച്ചിക്ക് സൗണ്ട് ഇല്ല. അവിടെ നിന്ന് സാധനം എടുക്കാനാ. രാമക്കുട്ടിയെ അങ്ങോട്ട് കയറ്റി വിടാം. അത് ശരി, അത് കൊള്ളാലോ. ഓ എന്റെ തല മുട്ടും. ഇനി എങ്ങനെ ഇറങ്ങുന്നേ? പുതിയ ബോട്ടോ? ഏത് ബോക്സോ? ഏതാ? മഞ്ഞായിരുന്നോ? ഫോട്ടോയോ? ഫോട്ടോയാണോ അതോ കോട്ടോ? കോട്ട്. ദാമിക്കുട്ടിയുടെ കോട്ട് അത് ഇവിടെ ഉണ്ട്. സൂര്യാമ്മയുടെ ഉണ്ട്. ഒന്ന് സൂര്യാമ്മ കൊണ്ടുപോകുന്നല്ലോ. ഞാൻ മാറ്റി വെച്ചേക്കുവായിരുന്നു. അല്ലേ അത് വീട്ടിലിട്ടുണ്ട്. അത് കൊടുത്തു വിട്ടാ പോരെ? അത് പോവൂലേ? കണ്ടോ? അത് ഊരിപ്പോയതാ. കുഴപ്പമില്ല. അത് കേട്ടിട്ടേ കേട്ടിട്ടാ മതി. അങ്ങനെ തല്ലില്ല കേട്ടോ. അത് കാരവണ്ടിയിൽ ഇടാനുണ്ട്. ഇത് നമ്മള് വീട്ടിലല്ലായിരുന്നു. അതാ മാറ്റി വെച്ചേ കേട്ടോ.
ആ അവിടെ നിന്നോട്ടെ. അതെ, മഴയും പിടിച്ചേ ഇനി ഇതെല്ലാം ഒന്ന് ഉണങ്ങണമെങ്കിലേ വലിയ പാടാ. ഏക്കെങ്കിലും കണ്ണൻ്റെ അവിടെ വന്നപ്പോൾ ഞാൻ കുറേ തുണിയെല്ലാം കഴുകി വെച്ചായിരുന്നു, ഇത് മുൻകൂട്ടി കണ്ടോണ്ട്. അതുകൊണ്ട് പണി എളുപ്പമുണ്ട്. ആ, അവിടെ പിന്നെ ഉണങ്ങാൻ എളുപ്പമുണ്ട്. വെയിലത്തോട്ട് ഇട്ടാ മതി. രാത്രി കഴുകിയിട്ടാലും രാവിലെ തന്നെ ഉണങ്ങി കിട്ടും. ഞാൻ എടുത്തോളുമല്ല. എന്നാ ഇതൂടെ കൊണ്ടുപോകും. അതെ, തേങ്ങ ഒക്കെ മിച്ചമുണ്ടോ? ആ, തേങ്ങ നോക്കണം, അതവിടെ ഇരിക്കുന്നത്. ആ, അതെന്നാന്നറിയോ, ഞങ്ങൾ ലാസ്റ്റ് 2-3 ദിവസം കുക്ക് ചെയ്തില്ലല്ലോ. പിന്നെ വലിയ കുക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു. ആകെ വെക്കുന്ന തന്നെ ഇച്ചിരി കഞ്ഞി, ഉപ്പും അച്ചാറും. അതുകൊണ്ട് വേറെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ അതെ, പോയിട്ട് തിരിച്ചു വന്നു. നമ്മള് കറി വെച്ചാൽ കുഴപ്പമൊന്നും പറ്റത്തില്ലല്ലോ. അല്ല, വെളിയിൽ നിന്ന് കഴിക്കാത്തോണ്ട്. അയ്യോ, ചരിത്രത്തിൽ ആദ്യമായിട്ട് 4 തേങ്ങ മിച്ചം. പക്ഷെ ഇതിനകത്തൊന്നും വെള്ളമില്ല. പൊട്ടിച്ച് നോക്കി അറിയാൻ കൊള്ളുവോന്ന്. അല്ല, നമ്മള് 40 തേങ്ങ ഇട്ടല്ലേ പോയത്. 40 എണ്ണൊന്നും കൊണ്ട് 40 ഉണ്ട്. ഇല്ല, 40 എണ്ണൊന്നും ഇല്ലായിരുന്നു. 23 എത്രയും കണ്ടേ ഉള്ളായിരുന്നു. അപ്പൊ ഈ 51 ദിവസം കൊണ്ടല്ലേ വന്നത്. അപ്പൊ വളരെ കുറച്ചേ ഉപയോഗിച്ചുള്ളൂ. അയ്യോ, ദാഹിച്ചു പോയോ? അതെ, താൽക്കാലിക അടുക്കളയൊക്കെ പൊളിക്കുവായിരുന്നു. പൊളിച്ചോ? എന്നിട്ട് ഇവിടെ നല്ല പിന്നെ അടിപൊളി ഒരു അടുക്കള സെറ്റ് ചെയ്യണം. അടുക്കള ഓപ്പൺ കിച്ചൺ ആറാം സെറ്റ്. ആ, ഓ, ദാഹിച്ചു പോയി. വെള്ളം കുടിച്ച്. വീട്ടിലെങ്ങും വെള്ളം കൊടുത്തില്ലല്ലോ ഇതിന്. ആ, കാല കാണിച്ചു കൊടുക്കുക. ഓക്കെ, കാലയിലെ തൊലി മൊത്തം പോയി. 2 കാലയിലും പോയി ഇതുപോലെ തന്നെ. അതേപോലെ 2 കാലയിലേയും കളഞ്ഞിട്ടൊന്നുമില്ല. അതാവുമ്പോ നടക്കണ്ടല്ലോ. അതെ, നോക്കിയേ, എന്നാ ഫുട്ബോൾ കളി കളിച്ചാടാ ഇത്. എങ്ങനെയാടാ കളിച്ച് ഇങ്ങനെ പോയേ? ചെരുപ്പിലായിരുന്നു കളിച്ച്. നേരം വേദനയില്ലായിരുന്നോ? അന്നേരം വേദനയില്ലായിരുന്നു. ഷൂ ഇട്ടിട്ട് അങ്ങനെ ബോൾ കളിക്കാവുള്ളൂ. എങ്ങനെ? ആ, കണ്ടോ, കൊച്ചു പറഞ്ഞു തരുമോ എങ്ങനെ ബോൾ കളിക്കണ്ടെന്ന്. ആ, കാല ഷൂ ഇട്ടിട്ടേ ബോൾ കളിക്കാവുള്ളൂ. അത് തന്നെയല്ല, സ്കൂളിൽ പോകാത്ത സമയത്ത് ഇവിടെ ഇരുന്ന് ഫോൺ നോക്കരുത്, കണ്ണ് പൊട്ടിപ്പോവും. പഠിച്ചോണം. ആ, ഛർദിക്കാനും വരും ഫോൺ നോക്കുമ്പോ. ആ, പക്ഷെ സ്കൂളിൽ പോകാത്തപ്പോ പഠിച്ചോണം. രാവിലെ ഇരുന്ന് ഫോൺ നോക്കായിരുന്നു, എന്നോട് പറഞ്ഞു. ആ, ക്ലിപ്പ് അഴിഞ്ഞു പോയോ? അയ്യോ, മുളക് പൊടി എടുക്കാനല്ല ഞാൻ പറഞ്ഞത്. ആ, ഇന്നലെ എന്നോട് ചോദിച്ചില്ലായിരുന്നോ ഇതെന്നാ കൊതുകിനെ കൊല്ലുന്ന ബാറ്റ്? ഓഫാണല്ലോ അല്ലേ? ഓണാക്കി കൊടുക്കല്ലേ? ആ, പുതിയതാ. വേണോ? ഇന്നലെ രാത്രി കൊതുക് കുത്തിയപ്പോ എന്നോട് ചോദിച്ചായിരുന്നു ബാറ്റ് ഉണ്ടോന്ന്. ഇത് നമ്മൾ ഈച്ച പിടിക്കാൻ വേണ്ടി മേടിച്ചാ. എത്ര സ്ഥലത്ത് പോയെന്ന് ഒരു ബാറ്റ് തപ്പി, ഒരിടത്തും കിട്ടുന്നു. ആ, നിന്റെ ചണ്ടികെട്ട് വന്നപ്പോഴാണ് കിട്ടിയത്. അപ്പം കഴിഞ്ഞ ദിവസം വണ്ടിയിലേക്ക് നിറച്ച സാധനങ്ങളെല്ലാം മിച്ചമുള്ളതെല്ലാം തിരിച്ച് ഇറക്കിക്കോ. അതെ, പൊക്കോ. അതെ, ആഹാര സാധനങ്ങൾ കൊണ്ടുപോയ എന്നാ മിച്ചമുള്ളേ? മിച്ചം അരി കുറച്ചുണ്ട്. കുറച്ചരി എന്ന് പറഞ്ഞാൽ കുത്തരിയല്ല, മറ്റേ വെള്ള ചെറിയരി, പൊന്നിയരി. പിന്നെ ഉള്ളത് കപ്പ കുറച്ചുണ്ട്. പിന്നെ കുറച്ച് ചെറുപയർ, മൺപയർ, പരിപ്പ്, പിന്നെ കുറച്ച് അവല്, പിന്നെ 4 തേങ്ങ. 4 തേങ്ങ. പിന്നെ അധികമൊന്നും ഇല്ല, കുറച്ചൊക്കെ ഉള്ളു. കുറേ ചെരുപ്പ് അപ്പുറത്തെ ബോക്സിനകത്ത് ഇരിപ്പുണ്ട്. ആ, അതെടുക്കാം. അല്ല, അകത്തുനിന്നുള്ളതല്ലേ ഇറക്കിക്കോ, വെളിയിൽ നിന്നുള്ള പിന്നെ ഇറക്കാം. ആ, ഇന്നുവെച്ചാൽ എണ്ണ പൊട്ടി പോകുന്നു. ഫോൺ നോക്കി. അല്ല, കുറേ നേരമായി ദാമിക്കുട്ടിയോട് വീഡിയോ എടുക്കാൻ വരാൻ പറയാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ചേട്ടാ ഇവിടെ ഫോണിൽ നോക്കിയിരിക്കുക. ദാമിക്കുട്ടിയെ കണ്ണു പൊട്ടി പോകുമ്പോ ആ വീഡിയോ എടുക്കാൻ പോന്നു. മതി വെള്ളം കുടിച്ചത്. വീഴും. ഇതിനകത്ത് ഇച്ചിരി വെയിറ്റുള്ള സാധനം ഇതിനകത്താ. കപ്പ അതിനകത്തിരിക്കുക. കപ്പയൊക്കെ മിച്ചം തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞാ
അത് ഇവര് പോന്നു കഴിഞ്ഞ് പിന്നെ ഇവർക്കാർക്കും കപ്പ വേണ്ടല്ലോ, നിങ്ങൾക്ക് ആർക്കും കപ്പ വേണ്ടല്ലോ, പിള്ളേർക്ക് പ്രത്യേകിച്ച് വേണ്ട. ദാഹിച്ചു പോയി. പൊന്നു ഇതിന് ഇച്ചിരി വെയിറ്റ് ഉണ്ട് കേട്ടോ, രണ്ടുപേരും കൂടെ പിടിക്കണേ. ബിസ്ക്കറ്റ് ഒക്കെ അതെ, ഞാൻ കൂടിനകത്തിട്ട് എടുത്തോ, ഇപ്പൊ പൊട്ടിക്കണ്ട, നമുക്ക് വരയ്ക്കാത്ത എന്നിട്ട് പൊട്ടിക്കാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് എനിക്ക് വയ്യ. രാമൻകുട്ടിക്കും വയ്യ. രാത്രി ആന്റിയോടെ കിടക്കുന്ന എന്റെ അച്ഛൻ മേടിച്ചു തന്നാന്നില്ല, ഈ ഉടുപ്പൊക്കെ എന്റെ അച്ഛൻ മേടിച്ചു തന്നാന്ന് എന്നോട് പറയാ. കാല് മാറി. അത് ഇതിനകത്ത് വെച്ചേരെ, അത് ഇവിടെ വെച്ചേരെ. അത് വെച്ച് വീടുണ്ടാക്കി കളിക്കാനുള്ളതോ കപ്പ അതിവിടെ വെക്ക, എനിക്ക് ഇടയ്ക്ക് പോകുമ്പോ വെള്ളം കുടിക്കാനുള്ള. വേറെ ഇല്ല ഇതിനകത്ത്. ഈ കപ്പ് മതി, അത് ഇവിടെ വെച്ചേരെ. അതിനകത്തൊക്കെ ഇരിക്കുന്ന സാധനങ്ങൾ അത്യാവശ്യമായിട്ട് ഇരിക്കട്ടെ, എടുക്കണ്ട. ഇച്ചിരി അരിയൊക്കെ ഇരിപ്പുണ്ട്, പിന്നെ പ്ലേറ്റും പാത്രമൊക്കെ ഇതിനകത്ത് തന്നെ. ആ ഇരുന്നോട്ടെ. അത് പിന്നെ വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടുപോയിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടെ കഴിയും. അത് എനിക്ക് വേണ്ട, എന്റെ മോര് വേണം. ഞാൻ കൈ തൊട്ടല്ലേ. ഇന്നോച്ച പുതിയ തൊപ്പി മേടിച്ചിട്ടുണ്ട്, ഇത് കണ്ടോ. ഇതേ ഇന്നോച്ച പുതിയൊരു തൊപ്പി മേടിച്ചിട്ടുണ്ട്, ഒന്ന് വെച്ചത് ആമിക്കുട്ടിക്ക് ഒന്ന് വെച്ച്. നീ വന്നേ നോക്കട്ടെ. ഇല്ലെന്ന് വാ. വീഡിയോ എടുക്കണ്ടത് തൊപ്പി വെച്ച്. അയ്യോ ഇത് ആ പപ്പടമല്ലേ? ഞാൻ ഇടയ്ക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഒരെണ്ണമില്ലേ ചേച്ചി? അല്ല ചെറുതോട്ടത്തെ എല്ലാം എടുത്തു. നീ ഉണ്ട്, തീർന്നില്ല. അത് നമുക്ക് അങ്ങോട്ട് എന്നിട്ട് കഴിക്കാം. ഇതിപ്പോ ഇവിടെ വെച്ചിട്ട് ബാക്കി സാധനോടെ പെറുക്കാം. അതാ മേശപ്പുറത്ത് വെക്ക്. എടുത്തോ, എനിക്ക് വേണ്ട. എല്ലാം കഴുകിയതാ. അപ്പൊ അതൊന്നും എടുക്കണ്ട, ഇരിക്കട്ടെ അവിടെ. ഇതിനകത്തിരുന്നാ മതിയോ? ആ രാമക്കുട്ടിയുടെ ഉറുപ്പിനകത്തില്ല. എന്റെ എല്ലാം വീടിനകത്താ. നമ്മള് ലോലോയെ കൊണ്ടതില്ലേ? സൂര്യാമ്മ എല്ലാം ലോലോയിൽ എടുത്തോണ്ട് പോന്നു. അത് ചേട്ടൻ ഒട്ടിച്ച് വെച്ചാ, ഒന്നും പൊളിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇതെല്ലാം കൂടെ എടുത്തേക്കാം. എനിക്ക് എടുക്കാൻ പറ്റില്ല. ഈ തുണിയും കൂടെ എടുത്തോണ്ട് പോകാവോ? ഞാൻ കൊട്ടക്കകത്ത് എടുത്ത് തലയിലോട്ട് തരാം. ഞാനേ ഇതെല്ലാം കൂടെ എടുത്തു തരാം, എടുത്തോണ്ട് പോകാവോ? നടക്കാൻ വയ്യ. എന്നാ നടു ഒടിഞ്ഞോ? അയ്യോ, നടു ഒടിഞ്ഞൊന്നും പറയാൻ പാടില്ല. നടു ഒടിഞ്ഞ് വയറ്റിലോ? ഇത് നിങ്ങൾ പറയുന്ന കേട്ടിട്ടാ നടു ഒടിഞ്ഞെന്നൊക്കെ അല്ലേ രാമൻകുട്ടി? അല്ല, നടുവേദന എടുക്കുന്നു. നടുവേദന ആദ്യം എന്നോട് അങ്ങനെ പറഞ്ഞത്. ആ തുണിയും കൂടെ എടുത്തു വെച്ചാര്. എന്നാന്നറിയോ, ഈ വർക്ക്ഷോപ്പിലൊക്കെ പോകുന്നല്ലേ, കുറെ ഈ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട് ഇതിനകത്തൊക്കെ. ക്യാമറാമാൻ അങ്ങോട്ട് വെച്ചോ കേട്ടോ. ഇതിന് നല്ല വെയിറ്റ് ഉണ്ട്. ഇതെല്ലാം കഴുകിയ തുണിയാ. കഴുകിയ തുണിയാണോ? സാധാരണ ട്രിപ്പ് പോയിച്ച് വരുമ്പം കഴുകാനുള്ള തുണിയാ കൂടുതലും കാണുന്നത്. ഞാനും അങ്ങനെ കൊണ്ടുവന്നത്. കുറച്ച് തുണിയേ ഉണ്ടായിരുന്നുള്ളൂ കഴുകാത്തത്, ബാക്കിയെല്ലാം കഴുകിയതായിരുന്നു. ആ ഇത് കൊള്ളാലോ. ഒരാള് കളി തുടങ്ങിയോ? ഈ വീടുണ്ടാക്കാനാ എന്നോട് കുപ്പി മേടിച്ചാലേ ഇത് ഗ്ലാസ് മേടിച്ചത്. നല്ലപോലെ ഉണ്ടാക്കിയതായിരുന്നല്ലോ. എല്ലാം തട്ടി കളഞ്ഞോ? എന്നാ ഉണ്ടാക്കുവേന്ന്. എന്താ വീട്ടിൽ കിടന്നോ കേട്ടോ.
അപ്പോൾ അതെ നമ്മുടെ അടുക്കളയൊക്കെ പൊളിച്ചു കേട്ടോ. അടുക്കള പൊളിച്ചു. ഇനിയിപ്പം ഇതൊന്നും ഇപ്പോൾ ഉടനെ വേണ്ടല്ലോ. അപ്പോൾ ഇത് മാറ്റി പാക്ക് ചെയ്ത് വയ്ക്കാം. എങ്ങോട്ട്? എങ്ങി പോവാണോ? ഓ തണുക്കണേ. തണുക്കുന്നുണ്ടോ? എന്നിട്ട് അവിടെ ഒന്നും ചെന്നിട്ട് തണുപ്പില്ലായിരുന്നല്ലോ, ലഡാക്കിലൊന്നും ചെന്നിട്ട്. അതെ, ദാമിക്കുട്ടിക്കായിരുന്നു ഒട്ടും തണുപ്പില്ല. ഞാൻ ഇതല്ലാവേ ഇതൊക്കെ ഇറക്കി വെക്കാം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ അടുത്ത ഇതുപോലത്തെ വലിയ ട്രിപ്പൊക്കെ ഉള്ളപ്പോൾ എല്ലാം മതി, അല്ലെങ്കിലൊക്കെ ചെറുതായിട്ടുള്ള സംഭവങ്ങളൊക്കെ മതി. അഡീഷണൽ ഒരു അടുക്കളയാണ് ഇറങ്ങി വരുന്നത്. സൂര്യല്ല കയ്യിലിരിക്കുന്നത്. ഇങ്ങോട്ട് വാ. ഞാൻ എടുത്തുകൊണ്ട് വെക്കുന്ന എല്ലാം എടുത്ത് തിരിച്ചു കൊണ്ടിടുവാ. ഇങ്ങോട്ട് വാ, കൊണ്ടുപോയി ഇങ്ങോട്ട്. അപ്പോൾ അതേ വണ്ടിക്കകം എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്, എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്, കാലിയാക്കി. ഇനിയിപ്പം ഇവിടുന്ന് അടുക്കള മാറിയപ്പോ തന്നെ ഭയങ്കര സ്പേസ് കിട്ടിയതല്ലേ. അവിടെ നമുക്കൊരു അടുക്കള ഫിക്സ് ആയിട്ട് അടുക്കള ഉണ്ടാക്കണം ഇവിടെ. പിന്നെ എപ്പോഴേലും ചെയ്യാം. പിന്നെ ഇതിനകത്ത് എല്ലാം സാധനങ്ങളെല്ലാം പെറുക്കി ഇവിടെ എല്ലാം നിറഞ്ഞ് സാധനങ്ങളായിരുന്നു. അതെ എല്ലാം കാലിയായി. പിന്നെ ബെഡിനടിയിലൊക്കെ ഉള്ള സാധനങ്ങളെല്ലാം പെറുക്കി അധികമൊന്നും ഇല്ലായിരുന്നല്ലോ. കുറച്ച് സാധനം വെച്ചുള്ളായിരുന്നു, ഒരുപാടൊന്നും ഇല്ലായിരുന്നു. അത് ഇവരോട് ഉണ്ടായിരുന്നെങ്കിൽ തീർന്നു പോയേനെ അതെല്ലാം. ഇവര് നേരത്തെ പോകുന്നില്ലേ. ഡ്രൈവർ ക്യാബിനകത്തു നിന്നുള്ള സാധനങ്ങളെല്ലാം പെറുക്കി. ഇനിയിപ്പോഴേ വണ്ടി മുന്നോട്ടിട്ടിട്ട് സൈഡിലത്തെ ബോക്സുകളിലൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് വെക്കണം. അപ്പോൾ ഇനി ഇതിനകത്തെ സാധനങ്ങളൊക്കെ എടുക്കാം. ഈ എന്ത് പൊടിയാന്ന് നോക്കിയേ, പൊടിയാ, ഇതെല്ലാം തുടയ്ക്കണം. അല്ല, അതിനകത്തെ സാധനങ്ങളൊക്കെ എടുത്താൽ മതി. അതിന് കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്ലീൻ ചെയ്യണമെന്നില്ല. അതിനകത്തിരിക്കുന്ന പാത്രങ്ങളെല്ലാം ഇങ്ങനെ എടുത്തു. അതിൻ്റെ ഒരു ലോക്കിനൊക്കെ ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട്. ഇതിനകത്തെ മൊത്തം പൊടി ഇതിനകത്ത് നോക്കിയതുണ്ടോ? കുക്കറിനകത്തൊക്കെ ഭയങ്കര പൊടിയാ. അതെ, അതിനിടയ്ക്കൊക്കെ കുറച്ച് ഗ്യാപ്പുണ്ട്, അതെല്ലാം അടക്കണം. അതിലേക്ക് പൊടി കയറുന്ന പൊടി, ചട്ടിയിലെല്ലാം പൊടിയാ. ഇതിൻ്റെ പിടി പോയിട്ടുണ്ട്, ഇതൊന്ന് ശരിയാക്കണം. ഇല്ലേ, അത് സ്ക്രൂ ഇട്ടാൽ മതി. സ്ക്രൂ ഉണ്ട്. അകമെല്ലാം ഞങ്ങൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇന്നലെ കോയുള്ളു, നമ്മുടെ പ്രിയപ്പെട്ട കോയുള്ളു. അതെ, ഞങ്ങളുടെ അവസരം കഴിഞ്ഞു. ആ വണ്ടി ഇച്ചിരി ഇങ്ങോട്ട് നീക്കിയിടും മുന്നോട്ട്. ആ ഡോറ് തുറക്കത്തില്ല, ലോക്കാ, ഇതിലേ കയറത്തുള്ളൂ. അപ്പം ഇനിയും ആ സൈഡിലെ ബോക്സ് തുറന്ന് അതിനകത്ത് ആ വാക്വം ക്ലീനറൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ എടുത്ത് ഇറക്കി വെക്കാം. വണ്ടി അത് നല്ലൊരു വെയിറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം വാക്വം ക്ലീനറൊക്കെ എടുത്ത് ഇറക്കി വെച്ചേക്കാം. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്കേ പൊടിയൊക്കെ വരുമ്പം പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതെടുത്ത് വെച്ചത്. ഇതാണ്ട് തുണിയാണെന്ന് തോന്നുന്നല്ലോ, ആണോ? അത് തണുപ്പത്തിടാനുള്ള ഷൂ. തണുപ്പത്തിടാനുള്ള ഷൂ ആരും ഇട്ടില്ലല്ലേ? ആരും എടുക്കേണ്ടി വന്നില്ല. ഇതൊക്കെ ഇവിടെ ഇറക്കി വെച്ചേക്കാം, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ചെല്ലുന്നിടത്ത് ഇറക്കി വെച്ചിട്ട് കഴിഞ്ഞ ദിവസം പോലെ മറന്നു പോയാലേ ഇവിടെ വെച്ചോ, നല്ല വിലയുള്ള സാധനം. അപ്പോഴേ ഇനി ഇതിനകത്ത് കുറച്ച് സാധനം ഉണ്ട്. ഇത് വെയിറ്റുള്ളതുണ്ട്. അതാ ഇത് ചെയറാണ്. ഇത് നമ്മൾ ലോറിയിലിരുന്ന് എടുത്താൽ വെച്ചാൽ വെളിയിലൊക്കെ ഇരിക്കാനൊക്കെ ഓർത്ത്, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല, കൊണ്ടുപോയ പൈസ. പിന്നെ മെയിനായിട്ട് വെയിറ്റുള്ള സാധനം നമ്മുടെ ചെയിനാണ്. ടയറിൽ ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയ ചെയിൻ, അതും എടുത്തില്ല, അതിൻ്റെ ആവശ്യം വന്നില്ല. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഇറക്കി വെക്കണ്ട, ഇത് ഓഫീസിൽ ഇറക്കി വെക്കാം. ഇതെല്ലാം കൂടി ഇവിടെ വെക്കേണ്ട കാര്യമില്ല. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇതെന്നാ, അതാ പാർട്സ്, ഫാൻ ബെൽറ്റും ഒക്കെ നമ്മൾ കുറച്ച് സ്പെയർ കൊണ്ടുപോയായിരുന്നു, അതെല്ലാം ഉണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. പിന്നെ ടയർ, നമ്മുടെ പഞ്ചറായ ടയർ അത് നിറച്ച് സ്റ്റെപ്പിന് വെച്ചു. അപ്പോൾ അതൊക്കെ ഉള്ളൂ. പിന്നെ ഒരു ബാറ്ററി ഇതിൻ്റെ പോയതാണ്. അപ്പോൾ ഈ ബാറ്ററി ഒന്ന് മാറണം, അതിപ്പോൾ ഓഫീസിലോട്ട് ചെന്നിട്ട് മാറാം. ഈ ബാറ്ററി പറയാൻ തുടങ്ങുമായിരുന്നു. ബാറ്ററിയുടെ കാര്യം ഞാൻ പറയാൻ തുടങ്ങുമായിരുന്നു. രണ്ട് ബാറ്ററി ഒരുമിച്ച് മാറണം. പക്ഷെ ഒരെണ്ണം പോയതുകൊണ്ടാണ് ഇടയ്ക്ക് ബാറ്ററി ഡൗൺ ആയി പോകുന്നത്. നമുക്ക് ഓഫീസിൽ ചെന്നിട്ട് പുതിയ ബാറ്ററി വേണ്ട. ഇതോ? അല്ലല്ല, അത് വേറെ ഉണ്ട്. ഇത് വണ്ടി ഇരുന്ന് അങ്ങോട്ട് എടുത്താ വേറൊരു ടേബിളൂടെ മേടിച്ചപ്പോൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് വെക്കണ്ട, എടുത്ത് അവിടെ അങ്ങനെ വെക്കാം. ഇതേലും ഒരു 12 ടയർ ഉണ്ടായിരുന്നു. എന്തിയാ ബാക്കി 6? ബാക്കി 6 ഉണ്ട്. ഞങ്ങൾ ചണ്ടിയാട്ടിൽ നിന്ന് വണ്ടി ഏൽപ്പിച്ച് വിടുമ്പോൾ ഇതിന് 12 ടയർ ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നോ? അപ്പൊ ഈ മുറ്റത്ത് കിടന്ന സാധനം വണ്ടിയുടെ ടയർ എങ്ങനെ കാണാൻ പോകുന്നേ? ഒന്ന് ഓഫീസിലോട്ട് കൊണ്ടുപോയി, പിന്നെ വന്നത് ഇങ്ങനെ. ആണോ? ആ അതിനകത്ത് ടയർ ഇല്ലായിരുന്നു അവിടെ. ആ അന്നേരം ഒരു 6 ടയർ വേണമായിരുന്നു. ആ ഇതങ്ങ് അഴിച്ചെടുത്ത്. ആ അതൊക്കെ കുഴപ്പമില്ല. ടയർ വരുമ്പോ മേടിച്ചിട്ട് അപ്പൊ പ്രശ്നം തീർന്നു. പുത്തൻ ടയർ മതി. ടയർ വരുമ്പോഴല്ല, ഞങ്ങക്ക് പോകാറാകുമ്പത്തേനും പുതിയ ടയർ തരണം. പുത്തൻ ടയറും കിട്ടിയാൽ മതി, അത് കുഴപ്പമില്ല. നമ്മളിപ്പോൾ കുറച്ച് ഇപ്പോൾ ഈ 2-3 വർഷമായിട്ട് ഒരു 10,000-20,000-30,000 കിലോമീറ്റർ കൂടുതൽ പുത്തൻ ടയർ ഓടുന്നില്ല. അത് കഴിയുമ്പോഴത്തേക്ക് എന്താണെന്ന് അറിയാം, അന്നേരം അടുത്ത വണ്ടി വരും. അതെന്നാന്നോ, നിങ്ങൾ ഇവിടെ വന്നിട്ടേ നിങ്ങൾ കുറച്ച് ദിവസം ഇവിടെ നിൽക്കും, കുറച്ച് കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. അന്നേരം വരുന്ന വണ്ടിക്ക് ടയർ ആവശ്യമുണ്ട്. ഇത് അടുത്ത അതൊക്കെ കുഴപ്പമില്ല. എടുത്തോണ്ട് വരുമ്പോ സമയം എടുക്കുകയല്ലേ? അതെ, അത് കുഴപ്പമില്ല, അത് നല്ലതാ. അങ്ങനെ തന്നെ വേണം. പുതിയ ടയർ ഉടനെ ഇട്ടാൽ മതി. ഇതുണ്ടല്ലേ, ഇതിപ്പോൾ പുതിയ ടയറാണ് കിടക്കുന്നേ, പുത്തൻ ടയറാണ് കിടക്കുന്നത് ഇത്. ബാക്കിയും കൂടെ കിട്ടിയാൽ മതി. ആ പുതിയ ടയർ ഇട്ടത് പറഞ്ഞില്ല. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ടാങ്ക് കിടക്കുന്ന വെള്ളം കൂടെ തുറന്നു വിടാം. അത് കളഞ്ഞേരെ, കിണറ്റിലെ വെള്ളം നിറയ്ക്കാമല്ലോ. അതെ അതെ, നമ്മുടെ ശുദ്ധമായ വെള്ളം നിറയ്ക്കാം. അതെ, ഇതും ശുദ്ധമായതൊക്കെയാണ്, ബോർവെല്ലിലെ വെള്ളമാണ്. അപ്പം അതിൻ്റെതായ ഇതുണ്ട്. കിണർ വെള്ളത്തിൻ്റെ അത്രയും വരികയല്ല. അപ്പോഴേ ചോറുണ്ടിട്ട് ബാക്കി പരിപാടി. വണ്ടി കഴുകാനൊക്കെ ഉണ്ട്, ഡ്രസ്സൊക്കെ മാറിക്കും കേട്ടോ. ഞാൻ ഒന്ന് പറഞ്ഞു തന്നാ പോലെ. ആരെ കഴിയും? കഴിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാ പോലെ. അത് കഴുകുന്ന കാര്യം ആർക്കും അറിയത്തില്ല, അതല്ലേ? അതൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും. അതൊക്കെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അതൊക്കെ പറഞ്ഞു കൊടുക്കാം. എങ്ങനെയാണേലും കുഴപ്പമില്ല, ചേട്ടനും അനിയനോട് പോയി കഴിക്കും. അതെ. അപ്പോൾ ഇതേ ചോറ് ഇതന്നെ, പരിപ്പും തക്കാളിയും ചാറ്, ആ പിന്നെ മുരിങ്ങയില തോരൻ, മത്തങ്ങ ചമ്മന്തി, പിന്നെ മീൻമുട്ട തോരൻ വെച്ചത്, അയില വറുത്തത്, പിന്നെ പപ്പടം ഉണ്ട്. ഇലത്തോരനൊക്കെ കൂട്ടിയിട്ട് നാളുകളായി. എല്ലാം കൂട്ടിയിട്ട് നാളുകളായി. ഇലയോട് പെട്ടേന്ന് നിർത്തിയാൽ പോരാ. ഇതിന് ഞങ്ങൾ പനഞ്ഞെന്നും പറയും ഇതിന്, മീൻമുട്ടയ്ക്ക്. ആ എന്നാളേ ഈ ട്രിപ്പ് അമ്മ വരാഞ്ഞാൽ വൻ നഷ്ടമായിപ്പോയി. ഇതുപോലെ ഒരു ട്രിപ്പ് പോകാൻ പറ്റുമോ? ഞാൻ ഇനിയിപ്പോ ഇങ്ങനെ പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ. രാമകുട്ടി ഇപ്പൊ തുണി വിരിക്കാനേ ഈ സ്റ്റൂൾ എടുത്ത് അവിടെ കൊണ്ടുപോയി ഇട്ടിട്ട് അതേ കയറി നിന്നിട്ട് ആയ തുണി വിരിച്ച്. ആരെയും വിളിക്കണ്ടല്ലോ, സ്വയം ചെയ്യുകയാണെങ്കിൽ. എവിടായിരുന്നു? ഞാൻ സ്റ്റഡി റൂമിലായിരുന്നു. അതത്രേ ഉള്ളൂ. അല്ല, ആദ്യം നമ്മളവിടെ അകത്ത് പണിതുകൊണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് ഉടുപ്പ് ഊരി തുണി അലക്കി കഴിഞ്ഞ് വിരിക്കാൻ എത്തിയില്ല. ഇവിടെ വന്ന് സ്റ്റൂൾ എടുത്തോണ്ട് പോയി മുറ്റത്ത് പോയി തുണി വിരിച്ചിട്ട് പിന്നെ കേറി വന്ന് ഡ്രസ്സൊക്കെ ഇട്ട് അതാ പറഞ്ഞ ആ കൊച്ചിന് മാത്രമേ ഉള്ളൂ പഠിക്കണമെന്നൊരു ചിന്തയുള്ള. മടിക്ക് വീട്ടിൽ ഇരുന്ന് പഠിക്കുള്ളൂ, അംഗൻവാടി പോയി പഠിക്കല്ല. അംഗൻവാടി പോകുന്നുണ്ടോ ഇന്ന്? ഇല്ല. ഞാൻ എപ്പോഴാ പോന്നെ? നാളെ പോണം കേട്ടോ. നാളെ പോവാ. ടീച്ചർ വിളിച്ചായിരുന്നു ഇന്ന്. ടീച്ചർ ചോദിച്ചു രാമക്കുട്ടി എന്ത് ചെയ്യുന്നു. ഞാൻ വീട്ടിലേ പഠിക്കുന്നുള്ളൂ. അയ്യോ, കഴിഞ്ഞ വർഷം ഇങ്ങനെ അല്ലായിരുന്നല്ലോ. വീട്ടിൽ ഇരുത്തി ഞങ്ങൾ പഠിപ്പിക്കല്ലേ, ഞങ്ങൾ സ്കൂളിൽ വിടും. പോണ്ടേ? രാമക്കുട്ടി വേറെ മാമ ഉണ്ട്, നമുക്ക് വണ്ടി കഴുകാൻ പോണ്ടേ? ഞാൻ വരില്ല. കാരവണ്ടി എഴുതാൻ പോണോന്നോ? അച്ഛമ്മയോട് പറഞ്ഞു ചാറൊന്നും ഒഴിക്കേണ്ടത്, ആൻറ്റിയമ്മയ്ക്ക് കൂട്ടാനുള്ളതാണ്. തീർന്നു പോകുന്നല്ലേ? ഇച്ചിരി ഒഴിച്ചു. ഇച്ചിരി ഒഴിച്ചോളന്ന്. ഞാനും ഇച്ചിരി ഒഴിച്ചുള്ളൂ, എനിക്ക് ഇച്ചിരി മതി. ഇച്ചിരി അച്ഛമ്മയ്ക്കും കൊടുക്കാലോ. അച്ഛമ്മ വലുത് വേണമെന്ന് പറഞ്ഞു. കൂടുതൽ വേണമെന്ന് പറഞ്ഞാ ഉദ്ദേശിച്ചേ. ഞാനിതൊന്നും പറഞ്ഞില്ല. അത് അച്ഛമ്മ പറയുന്ന അച്ഛമ്മയുടെ അമ്മായി അമ്മ എന്നാ. അതല്ല, വൈകുന്നേരം ഇവിടെ പണി കാണുമല്ലോ. അപ്പം സൂര്യ പാത്രം കഴുകാനില്ലാണ് പറയുന്ന അമ്മ വാ നമുക്ക് കിടക്കാം, അച്ഛമ്മ കഴിക്കോളൂ എന്നതൊക്കെ. ഞാൻ പറഞ്ഞു എനിക്ക് വയ്യെന്ന് പറ്റിയായിരുന്നു. ഞാൻ പറഞ്ഞു പറ്റൂന്നേ, അച്ഛമ്മയ്ക്ക് പറ്റും. സാധിക്കും. പറ്റും. നല്ലത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, പറ്റിയായിരുന്നു.
ഞാൻ ഇച്ചിരി കൂടെ കഴിക്കണം. ആള് റെഡിയായത് യൂണിഫോം ഒക്കെ ഇട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പോവാം ദാമിക്കുട്ടി നമുക്ക്. ആരാ അച്ഛയുടെ കൂടെ വണ്ടി കഴുകാൻ കൂടുന്നേ? ദാമിക്കുട്ടി കൂടുന്നുണ്ടോ? ഉണ്ടോ? രാമൻകുട്ടി കഴിഞ്ഞ ദിവസം ഞങ്ങൾ കാർ കഴുകാൻ പോയപ്പോ ഒന്ന് വന്നു. ആ അവിടെ വന്നിരുന്ന ഒറ്റ കാർച്ച് അമ്മയെ കാണുന്നതെന്ന് ഏ അത് ഉണ്ണിച്ചാണ്ട കാര്യം പറഞ്ഞ പോലെ ആയിപ്പോയല്ലോ. കാർട്ടൂൺ വെക്കാനാന്ന്. വണ്ടിക്ക് അച്ഛനോട് വണ്ടി എടുക്കാൻ പറ. വണ്ടിക്ക് പോയേക്കാം. ശരിക്കോ പട്ടെ ഇവിടെ പൈപ്പ് വാട്ടർ ലൈന് ഇട്ടതാ. അവിടെ എല്ലാം കുഴിച്ച് മൊത്തം ചെളിയാ, ഭയങ്കര കുഴിയായിട്ട് കിടക്കാതെ ഇവിടെ എല്ലാം. വണ്ടി ഇനി ഇങ്ങോട്ട് കഴുകിക്കൊണ്ട് വന്നാലും ചെളിയാവും. റിവേഴ്സ് കയറണമെങ്കിൽ ആ ചെളിക്കകത്തൂടെ ഇറങ്ങാതെ കയറത്തുമില്ല. ഇന്നലെ കയറിയപ്പോൾ തന്നെ ടയർ നിറച്ച് ചെളിയായിപ്പോയി. താഴാതെ കയറി പോകുന്ന ഭാഗ്യം. കണ്ടില്ലേ, ആ സൈഡിലെ ടയർ അത്രയും ചെളിക്കകത്ത് താന്നു പോയതാ. വേഗം ഇറക്കിക്കൊണ്ട് പോകണം, അല്ലെ സ്കൂൾ ബസ്സും കോളേജ് ബസ്സും ഒക്കെ വരാൻ തുടങ്ങും. രാമക്കുട്ടിക്ക് ചെറിയ ഉറക്കം വരുന്നുണ്ടല്ലോ. ആ വണ്ടി കയറിയപ്പോഴേ അറിയാം ഉറങ്ങാന്ന്. ആ നോക്കിയേ, നമ്മള് വണ്ടി കഴുകാനല്ലേ പോന്നെ, ഉറങ്ങിയേക്കല്ലേ. ഉച്ചയ്ക്ക് പിന്നെ വെള്ളമൊക്കെ അടിച്ചു കൊടുക്കേണ്ടത് അങ്ങോട്ട്. നീ എന്നാ ദാമിക്കുട്ടി ടൂറ് പോന്നേ? നാളെയോ? സ്കൂളിൽ പോകണ്ടേ നേരം? ഞാൻ തുമ്പ ചോദിച്ചേ അച്ഛൻ എന്ത് ചെയ്യാന്ന് ചോദിച്ചു. അച്ഛൻ പോയെന്ന് പറഞ്ഞു. എവിടെ പോയി, എപ്പോ പോയെന്ന് ചോദിച്ചു. ഇന്നലെ പോയെന്ന്. അല്ല ഇന്നലെ അല്ല, നാളെ പോയെന്ന്. നാളെയോ? ആ നാളെയല്ല ഇന്ന്. കിട്ടി കണ്ണടച്ചിരിക്കുക. ഞാൻ ഉറങ്ങല്ലെന്ന് പറഞ്ഞാണല്ലോ. നമുക്ക് ഇന്നിത് കഴുകിയിട്ട് നാളെ കുറച്ച് ചില്ലറ പരിപാടിയുണ്ട്. ഓജസ്സിൽ പോകണം, കോതമംഗലത്തിന് പോകണം. നമുക്കിട്ട് വരുന്നുണ്ടോ? നാളെ ടാറ്റ വരുന്നുണ്ടോ? ഇതല്ലേ കണ്ണ് തുറങ്ങുന്നില്ല. ഇങ്ങനെ വലിച്ചു പിടിച്ച് തുറന്നു നോക്കാം. വെള്ളം അടിച്ച് വിട്ടാൽ മാത്രം പോരെ, ഇത് നല്ലപോലെ കഴുകണം. നല്ലപോലെ കഴുകണ ഇച്ചിരി പണിയുണ്ട്, നല്ല ചെളിയാ. രാമൻകുട്ടി ഉറങ്ങിയോ? അവൾ ഉറങ്ങി. കഴുകിയിട്ട് പൊളിക്കാം. സ്റ്റിക്കറൊക്കെ പൊളിക്കണ്ടേ? സ്റ്റിക്കറേ നല്ല രസം ഉണ്ടായിരുന്നല്ലേ? പൊളിക്കാൻ തോന്നില്ല ഇപ്പൊ. അതാ നല്ല രസമില്ല താഴ്വശം കാണാൻ. ഒട്ടകവും ആനയും ആൾക്കാരൊക്കെ നിൽക്കുന്നതും ഡാൻസ് ചെയ്യുന്നതും വള്ളവും. കഴുകാൻ തുടങ്ങി സോപ്പ് തേച്ചപ്പോഴത്തേനും കറണ്ട് പോയി. അല്ല രാജേഷ് പ്രോ തന്നെ കഴുകണമല്ലോ എന്നോട് വിഷമിച്ച് വരുമായിരുന്നു. അപ്പോൾ എത്ര പേരാന്ന് നോക്കിയപ്പോൾ രാജേഷിന് പിന്നെ വണ്ടി കഴുകുന്നതിനകത്ത് ആ ഒരു അങ്ങനെ വിഷമമൊന്നുമില്ല. അല്ല ഞങ്ങൾക്ക് അങ്ങനെ പണി ചെയ്യാൻ മടിയൊന്നുമില്ല. അതെ, പ്രത്യേകിച്ച് വണ്ടി കഴുകുന്നതൊക്കെ ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ്. അപ്പം വണ്ടിയൊക്കെ കഴുകി നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകാം. രാമക്കുട്ടിയെ വണ്ടി കഴുകിയപ്പോൾ കിടന്ന് നല്ലൊരു ഉറക്കമായിരുന്നു. അത് ഒന്നും അറിഞ്ഞില്ല. പിന്നെ ഈ ബാറ്ററി കഴിക്കേണ്ടതുകൊണ്ട് വണ്ടി നിർത്തിയപ്പോൾ AC ഓഫ് ചെയ്തപ്പോഴത്തേക്കും ഉണർന്നു. അവിടെ പോയി കിടന്നു, ഓഫീസിൽ പോയി കിടന്നു. അതിനാ ഉറക്കം പോയില്ലേ? അപ്പോൾ ഇനി നമ്മുടെ സ്റ്റിക്കറെല്ലാം പൊളിക്കണം. അതേപോലെ തന്നെ 2 ബാറ്ററിയും മാറണം. ബാറ്ററി വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതെ, പുതിയ 2 ബാറ്ററി നമ്മളിവിടെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നേരെ എടുത്ത് വണ്ടിയിലേക്ക് വെക്കുക. ഈ ബാറ്ററി വെച്ചിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇല്ലെങ്കിൽ ഇച്ചിരൂടെ കപ്പാസിറ്റി ഉള്ള ബാറ്ററി വയ്ക്കണം. രാമൻകുട്ടി ഉറക്കത്തോടെ ഉറക്കമാണല്ലോ. ഇതിനെ വീട്ടിൽ കിടത്തിയിട്ട് പോന്നാൽ മതിയായിരുന്നു. ഈ ബാറ്ററി ഇടയ്ക്ക് ഈ രാവിലെയൊക്കെ തണുത്ത് കിടന്നപ്പോഴൊക്കെ സ്റ്റാർട്ടായിട്ട് ബാറ്ററി ഡൗൺ ആയി പോയത് ഈ ബാറ്ററി അത്ര പവർ ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു ബാറ്ററി കംപ്ലൈൻ്റ് ഉള്ളതുകൊണ്ടാണ്. അല്ലേ കുറേ കറങ്ങി തന്നെ എടുത്തേനെ. അപ്പം നമ്മുടെ സ്റ്റേറ്റ് ഒട്ടിച്ചിരുന്ന എല്ലാം പൊളിച്ചു. ഇനി കാശ്മീരും പൊളിച്ചല്ലേ? ലഡാക്കേ ഉള്ളു, കാശ്മീരും പൊളിച്ചു. ലഡാക്ക് അവിടെ ഇച്ചിരി എത്താഞ്ഞിട്ട് അതിപ്പോൾ പൊളിക്കും. പക്ഷേ ബാക്കി അങ്ങോട്ട് പൊളിക്കാൻ തോന്നുന്നില്ല, മനസ്സ് വരുന്നില്ല. ഞാൻ ബാക്കി ആ പുറയിലുള്ള കുറച്ചുകൂടെ പൊളിച്ചിട്ടേ ബാക്കി നമുക്ക് പതുക്കെ പൊളിക്കും. കുറച്ച് ബാക്കി വണ്ടിയുടെ പണികളൊക്കെ കഴിഞ്ഞിട്ട് പൊളിക്കാം. നമ്മുടെ ഇലക്ട്രീഷ്യൻ വന്നിട്ടുണ്ട്. അതെ, രാമക്കുട്ടി കാണണ്ട കേട്ടോ ഇത് പൊളിക്കുന്നത്. രാമക്കുട്ടി പൊളിക്കാൻ പറ്റുകയെന്നാണ് പറഞ്ഞേ. ഏണി വേണോ? ഏണി എന്നേലും ഉണ്ട്, എളുപ്പമുണ്ടായിരുന്നു.
എത്ര നേരം കൊണ്ടാണ് ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചത് നമ്മൾ എന്ത് സൂക്ഷ്മതയോടെ. പൊളിച്ച് കളയാൻ എന്തായാലും ഇപ്പോൾ. ആ ഇരുട്ടി കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് മഴയും പെയ്യുന്നുണ്ട്. പക്ഷേ നേരത്തെ പെട്ടെന്ന് പൊളിക്കാൻ ഇത് പൊളിയുന്നില്ല. ഒന്ന് പൊളിച്ച് കളഞ്ഞു കഴിയുമ്പോഴേ ആ ഷോ അങ്ങ് പോകും. ആരും നമുക്ക് വേറെ എന്തെങ്കിലും എഴുതാം. ഇവിടെയൊക്കെ എന്നാ എഴുതാൻ? ഞാൻ അടുത്ത ട്രിപ്പ് തുടങ്ങുമ്പോൾ അന്നേരം എഴുതാം. അതെ, ബാക്കിലത്തെ ലഡാക്കൊക്കെ അരുണ് പൊളിച്ച് അതെന്നാന്നറിയോ, അത് കട്ടിയുള്ള അക്ഷരം എളുപ്പമുണ്ട്. ഇത് ഇച്ചിരി ചെറുതായിട്ടാണ് എഴുതിയേക്കുന്നത്. നഖം വേണം, നഖം ഉണ്ടെങ്കിൽ എളുപ്പമാണ്. നഖവും ഇല്ല. അപ്പോൾ നമ്മുടെ ലഡാക്ക് പൊളിച്ച് തീരാറായി. അപ്പം നമ്മളെ ബാറ്ററിയൊക്കെ രണ്ടും മാറി. ഇത് വണ്ടി എന്നാൽ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോയേക്കാം. സ്റ്റിക്കർ മൊത്തം പൊളിച്ചില്ല, ഇനിയും പൊളിക്കാനുണ്ട്. ഇനിയും പിന്നെ പൊളിക്കണ്ടേ? പൊളിക്കണ്ടേ? ചേട്ടൻ സ്റ്റിക്കർ ഒട്ടിച്ചാ പൊളിക്കണ്ടെന്നോ? ആണോ? നമുക്ക് വേറെ സ്റ്റിക്കർ ഒട്ടിക്കാം ഇനി. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നല്ലപോലെ നോക്കണം, അടിയൊന്നും തട്ടാതെ. പോട്ടെ 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 പോട്ടെ. പോട്ടെ പോട്ടെ പോട്ടെ. പിടിച്ചോ, റൈറ്റ് ഓടിച്ചോ. പോയേക്കാന്ന് പറ. അപ്പാ പഴയ ബുക്ക് വെക്കല്. മഴ പെയ്ത നനയായിരിക്കാനാ. ഉണ്ടോ? എവിടെ? വീട്ടിലോട്ടോ? ആ, ലഡാക്ക് പോയാലോ? വേണ്ടേ? കഴിഞ്ഞ ദിവസം പോയില്ലേ എന്ന്? ആ ശരിയാ, പോയായിരുന്നു. ഒന്നുകൂടെ പോയാലോ? വേണ്ടേ? മഞ്ഞ് മാറണ്ടേ? മഞ്ഞ് വണ്ടി ഇടുവോ? പോയേക്കാം. മഞ്ഞില് വാരാന്നല്ലേ? മനസ്സിലാക്കി എടുക്കാൻ ഇച്ചിരി പാടാ ചിലതൊക്കെ. പോട്ടെ. രാമക്കുട്ടിക്ക് വീണ്ടും ഉറക്കമാണോ? വണ്ടി കയറാൻ ഇന്നലെ ഉറക്കമാണോ? അപ്പോൾ അതെ, തിരിച്ച് വീട്ടിലെത്തി. ഇനിയിപ്പം നമ്മുടെ കിണറ്റിലെ വെള്ളവും കൂടെ നിറച്ചേക്കാം ടാങ്കിൽ. വെള്ളം നിറയ്ക്കുന്നുണ്ടോ? വെള്ളം നിറയ്ക്കുക. അപ്പോൾ വണ്ടി കഴുകി, ബാത്റൂം കഴുകി, കുറച്ച് സ്റ്റിക്കറൊക്കെ പൊളിച്ചു. അപ്പോൾ ഇനി എനിക്ക് കുറച്ച് തുണികളൊക്കെ കഴുകാനുണ്ട്. അതൊക്കെ ഇനി നാളത്തേന് വെച്ചേക്കുക. ബാറ്ററി 2 മാറി, അത് മറന്നുപോയോ? ആ അപ്പോൾ നമ്മുടെ വണ്ടിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് 2 പേരും കൂടെ വർക്ക്ഷോപ്പിലേക്ക് വരും. 2 പേരല്ല, ചേട്ടായും കൂടെ ഉണ്ട്. 3 പേരും കൂടെ പോയിട്ട് കേട്ടോ വർക്ക്ഷോപ്പിലൊക്കെ എല്ലാം ശരിയാക്കി സെറ്റാക്കി കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഏതൊക്കെയായാലും ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പം പോയിച്ച് വരുമ്പം എന്തായാലും വണ്ടിയുടെ ഷേപ്പൊക്കെ മാറുമെന്നൊക്കെ ഓർത്താ പോയത്. ഞാനും അങ്ങനെ വിചാരിച്ചു. ദൈവം സഹായിച്ച് അങ്ങനൊന്നും ഉണ്ടായില്ല. അപ്പടെ ഈ ബമ്പറിൽ ഈ മൂലയ്ക്കും അപ്പുറ സൈഡിലും കുറച്ച് പെയിൻറ്റ് പോയി തട്ടിയിട്ട്, പിന്നെ പുറയിൽ നമ്മൾ ഗോവ വെച്ച് ഒരു കാറുകാരൻ വന്ന് തട്ടി അവിടെ ഒരു ചെറുതായിട്ടൊന്ന് പറഞ്ഞു. അത്രയും കേടുപാടെ, വേറെ ഒരു കുഴപ്പവും ഇല്ലാതെ. അപ്പം അങ്ങനെ അതുകൊണ്ട് വേറെ ഒരു പരിക്കും ഇല്ലാതെ പോയ പോലെ തന്നെ തിരിച്ചെത്താൻ പറ്റി. അത് വലിയൊരു ദൈവാധീനമായിട്ട് കരുതും നമ്മൾ. ഈ ബമ്പർ മാത്രം അപ്പുറം ഇപ്പുറം ഒന്ന് അറിഞ്ഞേ ഉള്ളൂ. അതും കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അതും അറിയാലോ. ചെറിയ ശ്രദ്ധ കൊണ്ടും പിന്നെ പുറയിലെല്ലാം വണ്ടി ഉണ്ടായിരുന്നതുകൊണ്ടൊക്കെ അത് ഈ വണ്ടി ഇട്ട് തിരിച്ചെടുക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അത് സംഭവിച്ചു, അതേ ഉള്ളൂ. അതുകൊണ്ട് വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ നമ്മളെല്ലാം ഈ 51 ദിവസവും 11,000 കിലോമീറ്ററും യാത്ര ചെയ്തിട്ട് തിരിച്ചെത്താൻ പറ്റി. ഒരു ജലദോഷം പോലും പിടിപെടാതെ. അതെ, അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ വലിയ വണ്ടി എന്ന് പറയുമ്പം വണ്ടിയുടെ വലിപ്പം എന്നുള്ളതല്ല, വീൽ ബേസ് കൂടുതൽ. അതുകൊണ്ട് ഈ ടയറിൽ നിന്ന് ആ ടയറിലേക്കുള്ള നീളം അതാണ് നമ്മൾ നോക്കണ്ടേ. വീൽ ബേസ് എന്ന് പറയുന്നത് അത് നമ്മുടെ വണ്ടിക്ക് കൂടുതലാണ്. 5300 ഇതിൻ്റെ വീൽ ബേസ്. ഈ 66-ന് അത് ലോറിക്ക് 5775, ഇതിന് 5300 അത്ര ഒരു വ്യത്യാസമുള്ളൂ. അത്ര വലിപ്പമുള്ള ഒരു വണ്ടിയാണ്. അത്രയും വീൽ ബേസ് ഉള്ള വണ്ടിയും കൊണ്ട് നമ്മൾ ഇത്രയും ചെറിയ വഴി കൂടെ എല്ലാം പോയി
കുഴപ്പമില്ലാതെ മോശം വഴി കൂടെ അതെ. 2 വണ്ടി പോലും പോകാൻ ഇടയില്ലാത്തടത്തൂടെയും വഴിയെന്ന് പറയാൻ പറ്റില്ല, വഴിയില്ലായിരുന്നു. അല്ല ആ മലയുടെയൊക്കെ മണ്ണടമ്പ് ഞാൻ തട്ട് വന്നു. പ്രതീക്ഷയുണ്ട്. പക്ഷേ ഒരിടത്തും നമ്മൾ ഇറങ്ങിപ്പോലും നോക്കാതെ വണ്ടി പോകുന്നു. എന്ന് വെച്ചാൽ അതിനുള്ള ഹൈറ്റ് ഉണ്ട്, അത്ര പോകത്തില്ലാത്ത വഴിയൊന്നും അല്ല. അപ്പോൾ പിന്നെ നീളമാണ് ഇതിനകത്തൊരു പ്രശ്നം, ഇങ്ങനെ ഒടിഞ്ഞു കിട്ടാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോയിട്ട് വന്നു. കൊണ്ടുപോയാൽ തന്നെ നമ്മുടെ വണ്ടി തിരിച്ച് നമ്മൾ തിരിച്ചെത്തിച്ചു. അതെ. ഇനിയിപ്പം ചെറിയ പണികളുള്ള ഒന്ന് ഇവിടെ 2 സൈഡ് ഒന്ന് പെയിൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ പവർ വിൻഡോയ്ക്ക് വിഷയമായി, അത് ഒന്ന് നോക്കണം. പവർ വിൻഡോ അല്ല, അതിൻ്റെ ഇത് സെൻട്രൽ ലോക്ക് കംപ്ലൈൻ്റ് ആയിപ്പോയി. അത് ഇനി എന്നാന്ന് അത് നോക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പരിപാടികൾ ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ചെയ്തിട്ട് വരാം. എന്നിട്ട് പിന്നെ നമുക്ക് റെഡിയാക്കിയിടാം. എപ്പോഴാണല്ലോ അടുത്ത ട്രിപ്പ് പോകാമല്ലോ. ഇനിയിപ്പോൾ മഴക്കാലവും അതെ, നല്ല ഇതാ, എല്ലായിടവും കാണാൻ നല്ല കാണാൻ നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മഴയുടെ അതൊരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. അതെ. അതേപോലെ തന്നെ ഈ സെൻട്രൽ ലോക്ക് ഓജസ്സിന് വെച്ചതല്ല, അത് നമ്മളിവിടെ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് ചെയ്യിച്ചത്. അത് കംപ്ലൈൻ്റ് ആയിട്ടാണ് ലോക്കായി പോയത്. ലോക്കായിട്ട് തുറക്കാൻ പറ്റാതെ വന്നേ. അത് ഇപ്പോഴും ശരിയായിട്ടില്ല. ഇത് ചില സമയത്ത് ഇവിടുന്ന് തുറക്കത്തുള്ളൂ, അത് ഇത് അല്ലെങ്കിൽ ഇത് ലോക്കാണ്. ഇന്നലെയൊക്കെ ഇത് ലോക്കായിരുന്നു. ഇപ്പം തുറക്കാവുന്ന ആക്കണോ? വെച്ച ഇലക്ട്രീഷ്യനും ചെറിയൊരു അബദ്ധം പറ്റിയത്. ശരിക്കും പറഞ്ഞാൽ സെൻട്രൽ ലോക്ക് വെക്കുമ്പോൾ താക്കോലിട്ട് തുറക്കാനുള്ള ഒരു ഓപ്ഷൻ അതില്ല, അത് വെക്കണമായിരുന്നു. അതില്ലാതാണ് അത്. അപ്പം അതുകൊണ്ട് അവിടെ ഇരുന്നാൽ മതി, ടെൻഷൻ അടിക്കണ്ട. അതോർത്ത് ടെൻഷൻ എടുക്കണ്ട. അത് വെച്ചപ്പോൾ ഓരോ ഓപ്ഷനും കൂടെ കൊടുക്കേണ്ടതായിരുന്നു. താക്കോലെ തുറക്കാവുന്ന പോലെ കൂടെ കൊടുക്കേണ്ടതായിരുന്നു. അത് കൊടുത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ താക്കോലുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല, ഇതേ മാത്രം ഓണാവുള്ളായിരുന്നു അന്ന്. അപ്പോൾ അതുകൊണ്ട് താക്കോൽ വെച്ച് തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അപ്പോൾ അതും എല്ലാം റെഡിയാക്കണം. നടക്കുക, താക്കോൽ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് തുറക്കണ്ടേ? ഏതായാലും 2-3 മണിക്കൂർ അവിടെ. അതും പിന്നെ ടയർ പഞ്ചറായതും ഒക്കെ ഉള്ളൊരു പ്രശ്നങ്ങൾ ഈ ഇത്രയും വലിയൊരു യാത്രയിലുണ്ടായ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞു. എടുത്തു പറയേണ്ട വേറൊരു കാര്യമുണ്ട്. ഞങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും ഈ വക പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് നിങ്ങൾ പോകുന്നോണ്ടാ. അതാ. പക്ഷെ ഐശ്വര്യമുള്ളവർ കൂടെ ഉണ്ടായിരുന്നപ്പോഴായിരുന്നല്ലോ ഇതൊക്കെ തട്ടിയതൊക്കെ ഉള്ളു, അല്ലാതെ വണ്ടിക്കകത്ത് നിങ്ങളെ പറഞ്ഞാൽ ചുറ്റും നടക്കേണ്ടതെന്ന് തോന്നില്ലല്ലോ. അതായത് ആര് കൂടെ ഉണ്ടെങ്കിലും, അതായത് ഡ്രൈവിങ് അല്ലെങ്കിൽ വണ്ടിപ്പണി എന്നുള്ളതിനകത്ത് ആരും തികഞ്ഞവരുമില്ല, ആരും പൂർണ്ണമായിട്ട് പഠിച്ചവരുമില്ല. അതിൽ അഹങ്കരിച്ചിട്ട് ഒരു കാര്യമില്ല. എന്ന് പറഞ്ഞാൽ വണ്ടിയാണ്, തട്ടും മുട്ടും ആക്സിഡൻ്റ് ഉണ്ടാകും, പലതും ഉണ്ടാകും. നമ്മളത് എപ്പോഴും വേണം. പക്ഷേ അതിലെല്ലാം നമ്മൾ ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞ് വലിയ ആളാന്ന് പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ തികഞ്ഞ ആരും ഇല്ല ഇതിനകത്ത്. എപ്പോൾ വേണേലും ഉണ്ടാകും. അതിനകത്ത് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ അത് തന്നെ പറയുന്നത്. നമ്മൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴും പറഞ്ഞില്ല, നമ്മൾ ഇന്ന സമയത്ത് എല്ലാം ഒന്നും പ്ലാൻ ചെയ്യുമൊന്നും വേണ്ട, അതൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. നമ്മുടെ കയ്യിലൊന്നും അല്ലത്. ഇപ്പം നമ്മൾ അവിടെ നിന്ന് ഇന്ന സമയത്ത് മുത്ത് പറഞ്ഞ് പോകണം, ഞങ്ങൾ ഇവിടെ വരണമെന്നും പറയാം, അങ്ങനൊന്നും ഒരു സമയം പറഞ്ഞൊന്നും പോകാൻ പറ്റത്തില്ല. അങ്ങോട്ട് പോകുമ്പോഴായിരിക്കും നമ്മളിനി എന്നാ ശ്രദ്ധിച്ച് പോയെന്ന് പറഞ്ഞാലും ആയിരിക്കും ഒരു ബൈക്കാരൻ അല്ലെങ്കിൽ ഒരാൾ റോഡ് വന്ന് ക്രോസ് ചെയ്താൽ മതി, ചവിട്ടി നിന്നില്ല, എന്തെങ്കിലും പറ്റിയാൽ എന്തെങ്കിലും. അപ്പം അതുകൊണ്ട് ഇതിനകത്തൊന്നും ആരും തികഞ്ഞ ആൾക്കാരില്ല. അതിലൊന്നും ആരും നമ്മൾ കൂടുതൽ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് മാങ്ങ? ദാമക്കുട്ടി പൊന്നിച്ചേച്ചും കൂടെ അവിടെ മാങ്ങ ചെത്തുമായിരുന്നു. എന്നോട് വന്നിട്ട് നീ പിള്ളേരെന്താ മാങ്ങ കഴിക്കാത്തതെന്ന്. അതിന് പിള്ളേർക്ക് തന്നില്ലല്ലോ. പിള്ളേർക്കുള്ള എടുത്തോണ്ട് വാ. ഇതല്ലേ ഇരിക്കുന്നേന്ന് അവിടെ വരുന്നുണ്ടോ? ഞങ്ങള് പോവാ. വേണ്ട, ചുമ്മാ ചോദിച്ചാ. ചുമ്മാ ചോദിച്ചാ. എന്നിട്ട് ഉറങ്ങാനല്ലേ ഇന്നലത്തെ പോലെ? ഞാൻ പോകുന്നില്ല അതിന്. അതെ, അമ്മയും ആൻറ്റിയമ്മയൊന്നും വരുന്നില്ല. നമുക്ക് ലോലോയിലെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാണ്ട്. ലോലോയുടെ കിച്ചനൊക്കെ വൃത്തിയാക്കണം, അതിനകത്ത് സാധനങ്ങളൊക്കെ എടുത്തു വെക്കണം, പാത്രം എടുത്തു വെക്കണം. അതെ അതെ, നേരോട് പോയിട്ട് വരാൻ പറ. ടാറ്റ എടുത്തല്ലോ. ടാറ്റ, ഞങ്ങൾ പോയേക്കാ. എന്നൊരു വൈൻഡപ്പ് കൂടെ ചെയ്തേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ആരാ ഓടിക്കുന്നേ? ഞങ്ങൾ വരുന്നില്ലല്ലോ. രാമക്കുട്ടിയും വരുന്നില്ല. ടാറ്റ കൊടുത്തരും. ടാറ്റ എന്നേരെ. അണ്ടമ്മടിക്ക് ചേട്ടായി കാരവണ്ടിയല്ലേ പോന്നെ? ആരുടെ ചേട്ടായിയാ? ആരുടെ ചേട്ടായിയാ? മുത്തിന്റെയോ? മുത്തിന്റെ അച്ഛയല്ലേ അത്? എന്റെ ചേട്ടായിയാ. അതെ 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 അതെ.
ആ നമുക്ക് സാധനം എടുക്കാം.